മലബാർ ഗ്രൂപ്പിന്റെ CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ 77,000 പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി നൽകിയ സ്കോളർഷിപ്പിനെ അപകീർത്തിപ്പെടുത്തുകയും വിദ്വേഷം ജനിപ്പിക്കുന്ന വിധത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരണം നടത്തുകയും ചെയ്തവർക്കെതിരെ ശക്തമായ വിധിയുമായി മുംബൈ ഹൈക്കോടതി. പാവപ്പെട്ട പെൺകുട്ടികളുടെ പഠനവും വിദ്യാഭ്യാസ രംഗത്തെ അവരുടെ ഉന്നമനവും ലക്ഷ്യമിട്ട് മലബാർ ഗ്രൂപ്പ് മഹത്തായ ലക്ഷ്യത്തോടെ നൽകുന്ന സ്കോളർഷിപ്പിനെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചവർക്ക് എതിരെയാണ് മുംബൈ ഹൈക്കോടതി താക്കീത് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്തിയ മുഴുവൻ പോസ്റ്റുകളും ചിത്രങ്ങളും ഉടൻ നീക്കം ചെയ്യണമെന്ന് കോടതി എതിർകക്ഷികൾക്ക് നിർദ്ദേശം നൽകി. ഇക്കാര്യം ഉറപ്പുവരുത്താൻ ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സോഷ്യൽ മീഡിയ കമ്പനികളോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഉടനീളം 77,000-ൽ പരം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുകയും സ്ത്രീ ശാക്തീകരണം അടക്കം വിവിധ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് 246 കോടിയിലേറെ രൂപ ചെലവഴിക്കുകയും ചെയ്തിട്ടും കർണാടകയിലെ ഒരു സ്കൂളിൽ പഠന സ്കോളർഷിപ്പ് നൽകിയ ചടങ്ങിന്റെ ഫോട്ടോ ഉപയോഗിച്ച് തെറ്റായ രീതിയിൽ പ്രചരണം നടത്തിയ പ്രതികൾക്കെതിരെയാണ് കോടതി വിധി. വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മലബാർ ഗ്രൂപ്പിന്റെ സൽപ്പേരിനെയും സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമായി നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെയും കളങ്കപ്പെടുത്തുന്നതാണ് എതിർകക്ഷികളുടെ പ്രവർത്തികളെന്ന് കേസിൽ വിധി പറഞ്ഞ സിവിൽ കോടതി ജഡ്ജി ചൂണ്ടിക്കാട്ടി. സമൂഹത്തിന്റെ നന്മയ്ക്കായി മലബാർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിധി പ്രസ്താവത്തിൽ ജഡ്ജി എടുത്തു പറഞ്ഞു. അഡ്വക്കേറ്റ് കോൾ ടോംബോലിയുടെ നേതൃത്വത്തിലുള്ള അഭിഭാഷകരാണ് കേസിൽ മലബാർ ഗ്രൂപ്പിനു വേണ്ടി ഹാജരായത്. സമൂഹത്തിൽ നന്മ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും വിദ്വേഷ പ്രചരണത്തിനായി ദുരുപയോഗം നടത്തുകയും ചെയ്യുന്നവർക്കെതിരെയുള്ള ശക്തമായ വിധിയാണ് മുംബൈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MB അഹമ്മദ് പറഞ്ഞു. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കൂടുതൽ ശക്തമായ നടപടികളുമായി മലബാർ ഗ്രൂപ്പ് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു.